മകരവിളക്ക് ദിനമായ ഇന്ന് ശബരിമലയിലെത്താനുള്ള ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രന്റെ ശ്രമത്തിന് തിരിച്ചടി. മകരവിളക്കിന് ശബരിമല ദർശിക്കാനായി ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് തേടി സുരേന്ദ്രൻ സമർപ്പിച്ച ഹർജി കോടതി ഇന്ന് പരിഗണിച്ചില്ല. ഇന്ന് പരിഗണിക്കേണ്ട ഹർജികളുടെ ലിസ്റ്റിൽ സുരേന്ദ്രന്റെ ഹർജി ഉൾപ്പെടുത്തിയിട്ടില്ല. മകരവിളക്ക് ദർശനത്തിനായി ശബരിമലയിൽ പോകാൻ അനുവദിക്കണമെന്നാണ് ആവശ്യം. ഇതിനായി ശബരിമല സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ പ്രവേശിക്കരുതെന്ന വ്യവസ്ഥ ഇളവ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. കെ സുരേന്ദ്രന് ശബരിമലയിൽ പോകാനുള്ള അനുമതി നൽകുന്നതിനെ പ്രോസിക്യൂഷൻ നേരത്തെ തന്നെ എതിർത്തിരുന്നു. ഈ സീസണിൽ കെ സുരേന്ദ്രനെ പ്രവേശിപ്പിക്കരുതെന്ന് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകനായ ഗവൺമെന്റ് പ്ലീഡർ സുമൻ ചക്രവർത്തി ആവശ്യപ്പെട്ടു. ശബരിമലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമം പ്രതി നടത്തുന്നുവെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു. വീണ്ടും ശബരിമലയിലേക്ക് പോകാനായി അനുമതി തേടി കെ സുരേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ശബരിമലയിൽ നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണെന്നും അത് നശിപ്പിക്കാനാണോ സുരേന്ദ്രൻ അങ്ങോട്ടേക്ക് പോകുന്നതെന്നും ജസ്റ്റിസ് രാജ വിജയരാഘവൻ വാക്കാൽ ചോദിച്ചു. ശബരിമലയിലെ സമാധാന അന്തരീക്ഷം നശിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമമാണ് പ്രതി നടത്തുന്നതെന്ന് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സീനിയർ ഗവൺമെന്റ് പ്ലീഡർ സുമൻ ചക്രവർത്തി കോടതിയെ അറിയിച്ചു. ഈ സീസണിൽ ഇയാളെ പ്രവേശിപ്പിക്കരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. തുടർന്ന് അപേക്ഷ പരിഗണിക്കുന്നത് കോടതി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ചിത്തിരയാട്ട വിശേഷ സമയത്ത് ദർശനത്തിനെത്തിയ 52 വയസ്സുകാരിയെയും ബന്ധുവിനെയും ആക്രമിച്ച കേസിൽ ഡിസംബർ 7-നാണ് സുരേന്ദ്രന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നത്. കേസിന്റെ ആവശ്യത്തിനല്ലാതെ പത്തനംതിട്ട ജില്ലയിലേക്ക് പ്രവേശിക്കരുതെന്ന കർശന നിബന്ധനയോടെ 2 ലക്ഷം രൂപയുടെ സ്വന്തം ബോണ്ടും തുല്യ തുകയ്ക്കുള്ള 2 ആൾജാമ്യവും അടക്കം ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരുന്നത്. സമാന കുറ്റകൃത്യങ്ങളിൽ ഇടപെടരുത് തുടങ്ങിയ വ്യവസ്ഥകളോടെയാണ് ജാമ്യം. പാസ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഗൂഢാലോചനയ്ക്ക് IPC 120B പ്രകാരം ജാമ്യം ലഭിക്കാത്ത വകുപ്പാണ് ചുമത്തിയിരുന്നത്. ഗൂഢാലോചന നടത്തിയതിന് തെളിവുകൾ ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് കേസെടുത്തത്. കെ സുരേന്ദ്രന് പുറമെ RSS നേതാവ് വത്സൻ തില്ലങ്കേരി, BJP നേതാവ് VV രാജേഷ്, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രകാശ് ബാബു എന്നിവർക്കെതിരെയും ഗൂഢാലോചന കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു. ശബരിമലയിൽ സ്ത്രീകളെ തടഞ്ഞ സംഭവത്തിൽ സുരേന്ദ്രന്റെ പ്രവൃത്തി ന്യായീകരിക്കാനാവുന്നതല്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. സുരേന്ദ്രൻ നടത്തിയത് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളാണ്. സുരേന്ദ്രന് ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവിലാണ് കോടതിയുടെ വിമർശനം. ശബരിമല സമരത്തിന്റെ തുടക്കനാളുകളിൽ സന്നിധാനം സംഘർഷഭരിതമായിരുന്നു. കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ സന്നിധാനത്ത് തമ്പടിച്ച് പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. എന്നാൽ മണ്ഡലകാലത്ത് കളി മാറി. നേതാക്കളെ പോലീസ് സന്നിധാനത്തേക്ക് അടുപ്പിച്ചില്ല. ശബരിമലയിലേക്ക് പോവാനെത്തിയ സുരേന്ദ്രനെ നിരോധനാജ്ഞ ലംഘിക്കാൻ ശ്രമിച്ചതിനാണ് SP യതീഷ് ചന്ദ്ര അറസ്റ്റ് ചെയ്തത്. 2013-ൽ BJPയുടെ നേതൃത്വത്തിൽ നടന്ന ട്രെയിൻ തടയൽ സമരം, 2016-ൽ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് എന്നീ കേസുകളിലും ഇതിനിടെ സുരേന്ദ്രൻ ജാമ്യം നേടിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.